ഇന്ന് രാവിലെ മുതൽ നിങ്ങൾ കാണുന്നുണ്ടാവും പ്രമുഖ നടി കൊടുത്ത കേസിൽ നടൻ മുകേഷിനെതിരെ തെളിവുകൾ, അതും ഡിജിറ്റൽ എവിഡൻസുകളുണ്ട്. കുറ്റപത്രം SIT സമർപ്പിച്ചു എന്നുള്ളതാണ് രാവിലെ മുതൽ വരുന്ന ന്യൂസ്. ഇതിൽ തന്നെ മണിയമ്പിള്ള രാജുവിനെതിരെയും കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. മണിയമ്പിള്ള രാജുവിനെതിരെയുള്ള പരാതിയിൽ എന്താണെങ്കിലും സാക്ഷി വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇഫ് ഐ എം നോട്ട് റോങ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് തന്നെ വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു നടി ഈ പരാതിക്കാരിയായ ലേഡിക്ക് നടന്ന ഇൻസിഡൻറ്റിൻ്റെ ഒരു എന്താ പറയുക സാക്ഷി എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് തന്നെ അവരെന്ത് പറഞ്ഞിട്ടുണ്ട്, ഈ സംഭവം നടന്ന സമയത്ത് ഈ പരാതി കൊടുത്ത ലേഡി അവരോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു വെളിപ്പെടുത്തലൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. സോ മേ ബി ആ ഒരു ടൈമിൽ അവരായിരിക്കണം മണിയമ്പിള്ള രാജുവിൻ്റെ കേസിൽ ഒരു സോളിഡ് എവിഡൻസ് ആയിട്ട് മുന്നോട്ടൊരു മൊഴിയായിട്ട് ചിലപ്പോൾ എടുത്തു കാണുന്നത് അവരുടെ വാക്കുകളായിരിക്കാം. അപ്പോൾ കമ്മിങ് ടു മുകേഷ് കേസ്, മുകേഷിൻ്റെ കേസിൽ ഡിജിറ്റൽ എവിഡൻസ്, യെസ് ഓബിയസ്ലി ഡിജിറ്റൽ എവിഡൻസിനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ആ ഡിജിറ്റൽ എവിഡൻസുകൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കളക്ട് ചെയ്തത് കോടതിയിൽ എത്രത്തോളം സ്റ്റാൻഡ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു പരാതിക്കാരിയായ ലേഡിയുടെ ക്രെഡിബിലിറ്റി തന്നെ ക്വസ്റ്റ്യൻ മാർക്കിലാണ് നിൽക്കുന്നത്. കാരണം ഈ ഡിജിറ്റൽ എവിഡൻസ് എന്ന് പറയുന്ന വാട്സാപ്പ് ചാറ്റും ബാക്കി കാര്യങ്ങളൊക്കെ ഈ ലേഡി അല്ല, ഈ ലേഡിയുടെ ഒരു കസിൻ ബ്രദറാണ് ചെയ്തതെന്നുള്ളൊരു വെളിപ്പെടുത്തൽ ഈ ലേഡി ഓൾറെഡി റിപ്പോർട്ടർ ചാനലിൽ വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഒരാളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലേഡി അല്ലാതെ ലേഡിയുടെ കസിൻ, അതും പൈസ അടക്കം ചോദിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുള്ള വാട്സാപ്പ് മെസ്സേജുകൾ അയച്ചു എന്നുള്ള കാര്യമാണ് ഇവരെന്ത് ചെയ്തത് അന്ന് റിപ്പോർട്ടർ ചാനലിൽ വന്നിരുന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ SITയുടെ ഭാഗം ചെയ്തു, അത്രയേ ഉള്ളൂ. ഇപ്പോൾ സർക്കാർ നിയമിച്ചതാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, അവരവരുടെ പണി ചെയ്തു. അവരുടെ തന്നെ MLAക്കെതിരെ അവർ വെച്ചിട്ടുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, സർക്കാർ വെച്ചിട്ടുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഒരു കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഡെഫിനറ്റ്ലി മുകേഷ് MLA രാജിവെച്ച് മാറി നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, കോടതിയിൽ നിന്നൊരു ക്ലീൻ ചീറ്റ് കിട്ടി തിരിച്ചു വരികയായിരിക്കും ഏറ്റവും ബെറ്റർ തിങ്. ഇനി ഇയാളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവർ കമ്മ്യൂണിസ്റ്റുകാർ ഇറങ്ങി തിരിച്ച് നേതാക്കന്മാർ പടവാളെടുത്ത് വെട്ടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നാട്ടുകാരുടെ അടുത്ത് ഓൾറെഡി ചീത്തപ്പേരാണ്, അതൊന്നും കൂടി കൂടുന്നുള്ളതേ ഉള്ളൂ. അതില്ലാതെ വേറെ ഒന്നും മാറ്റം വരാൻ പോകുന്നില്ല. എന്താണെങ്കിലും മുകേഷ് MLAക്കെതിരായ ബലാത്സംഗ കേസ് കുറ്റപത്രം SIT സമർപ്പിച്ചു. ഇതിൽ നമുക്ക് നോക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ നോക്കേണ്ടത് ഈ ഡിജിറ്റൽ എവിഡൻസ് വന്ന വഴികളാണ്. ഓക്കെ, ഈ ഡിജിറ്റൽ എവിഡൻസിൽ എന്തൊക്കെ കാണും കാണില്ല എന്നുള്ളൊരു ഫാക്ടർ നമുക്കൊന്ന് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ഡിജിറ്റൽ എവിഡൻസ് വരാനുള്ള വഴി മുകേഷ് തന്നെ ഫേസ്ബുക്കിൽ എഴുതിയിട്ടൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ഇവർ തമ്മിലുള്ള കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു, ഇവർ തമ്മിൽ കുറച്ച് മെസ്സേജുകൾ കൈമാറിയിരുന്നു. ആ ടൈമിൽ മുകേഷിനെ ഭീഷണിപ്പെടുത്താൻ ഇവർ ശ്രമിച്ചിരുന്നു. ഇതൊക്കെ കണക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഈ ലേഡി റിപ്പോർട്ടർ ചാനലിൽ ഒരു വട്ടം നടത്തിയ വെളിപ്പെടുത്തൽ. ഓക്കെ, അതായത് മുകേഷ് ഈ പറഞ്ഞ ലേഡിയെ ഇങ്ങനെ കയറി പിടിച്ച് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷവും ഇവർ മുകേഷുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തിരുന്നു എന്നുള്ളതൊക്കെ ആ ലേഡി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അന്നത്തെ വീഡിയോ ഫസ്റ്റ് ടൈം ഇവർ മുകേഷിനെ കുറിച്ച് പറഞ്ഞ സംഭവങ്ങൾ ഞാൻ ഒന്നുകൂടി വെക്കാം. അന്ന് 6 സിനിമ ഞങ്ങൾ അഭിനയിച്ച് കഴിഞ്ഞായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഏതോ ഒരു വ്യക്തിയുടെ നമ്പർ പറഞ്ഞു ഇദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുകേഷേട്ടൻ പറയുന്നത്, എന്നെ വിളിച്ചിട്ട് പറയാ, എടി ആഹാ നീ ഇങ്ങനെ ആരും അറിയാതെ ഞാൻ അറിയാതെ അങ്ങ് നുഴഞ്ഞ് കയറാമെന്ന് വിചാരിച്ചടേ, ഞാൻ വിചാരിക്കാതെ ഒന്നും ഒരുത്തർക്കും മലയാള സിനിമയിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നീ ആർക്കും കൊടുക്കത്തില്ലല്ലോ, നീ ആർക്കും കൊടുക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. നിനക്ക് അമ്മയിൽ കയറണമല്ലേ? എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോൾ അങ്ങനെ കേട്ടപ്പോഴത്തേക്കേ. കാരണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലോ അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കമ്മിറ്റി നീ അമ്മയുടെ ആരോ എനിക്കറിയില്ല വിളിച്ചിട്ട് പറഞ്ഞു, മിനുവിനെ ഇപ്പോൾ ഉള്ള കമ്മിറ്റി മെമ്പേഴ്സിന് ആർക്കും അറിയില്ല, അതുകൊണ്ട് സോറി കുറച്ച് സിനിമ ഞങ്ങൾ കോൾ ചെയ്യൂ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു കമ്മിറ്റി മെമ്പേഴ്സ് അതാരൊക്കെയാണെന്ന് വെച്ചു. അപ്പം മുകേഷ്, ഇടവിള ബാബു, ജയസൂര്യ, മണിയമ്പിള്ള രാജു. അവർക്ക് എന്നെ അറിയില്ല. അപ്പം എനിക്ക് മനസ്സിലായി ഇവരെന്നെ അറിയണമെങ്കിൽ നേരിട്ട് കണ്ടാൽ മനസ്സിലാവുന്ന മനസ്സിലായി. മനുഷ്യരെ അറിയണമെങ്കിൽ അല്ലാത്ത രീതിയിൽ അങ്ങനെ അവരറിയുള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര അത് ഒരു വിഷമമായി. ഇനി സിനിമയിൽ പിന്നെ പല സിനിമയും എനിക്ക് കട്ട് ചെയ്തു. ഉണ്ടായിവിടെ. അത് നാടകമേ ഉലകം എന്ന സിനിമയിൽ, നാടകമേ ഉലകമേ എന്ന സിനിമയിൽ ഞാൻ റൂം എടുത്തപ്പോൾ എൻ്റെ അടുത്താണ് പുള്ളിയുടെ റൂം. പുള്ളി വന്നെ വിജി തമ്പിയുടെ നാടകമേ ഉലകം എന്ന സിനിമ. അന്നേരം പുള്ളിക്കാരൻ എന്നെ മുകേഷ്
അപ്പോൾ പുള്ളിക്കാരൻ എന്നെ കണ്ടു. എന്ന് വെച്ചാൽ ഇങ്ങനെ ചിരിച്ചു പറഞ്ഞു, എന്താ എന്നെ കാണുമ്പോൾ ഓടി ഓടി വലിയ മിണ്ടാനൊക്കെ വലിയ ഇത് എന്താ മറിഞ്ഞു പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. അമ്മയിൽ ഇതൊന്നും തന്നില്ല. പിന്നെ ഇങ്ങനെ വളരെ മോശമായിട്ട് സംസാരിച്ചല്ലോ, ഒരു സ്ത്രീയോട് സംസാരിക്കേണ്ടതായ രീതിയിലാണ് പുള്ളി സംസാരിച്ചത്. അപ്പോൾ ഞാൻ മിണ്ടാണ്ട് ഞങ്ങൾ പെട്ടെന്ന് ചിരിച്ചിട്ട് ഓടിപ്പോയി. കുറച്ച് കഴിഞ്ഞിട്ടേയും പുള്ളി വന്ന് റൂമിൽ കിട്ടിയപ്പോഴത്തേക്കും ഞാൻ തുറന്നു. അപ്പോൾ പറഞ്ഞു, അപ്പോൾ 2 കയ്യിൽ പോക്കറ്റിലൊക്കെ കയറ്റി ഈ CID സ്റ്റൈലിലൊക്കെ കയറി ഇങ്ങനെ വന്ന് ചോദിച്ചു, എന്താ അയ്യാടെ പ്രശ്നം? ഞാൻ പറഞ്ഞു, ഞാൻ ഇത്ര സിനിമയിലൊക്കെ അഭിനയിച്ചല്ലേ, എന്നിട്ട് നിങ്ങളെല്ലാവരും എന്നെ അറിയത്തില്ല, വളരെ മോശമായിപ്പോയി. അതിന് ചെറിയ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, ഗവനിക്കേണ്ടവരെയൊക്കെ ഗവനിക്കണം, മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞു. പുള്ളിക്കാരൻ എന്നെ ഇങ്ങനെ പിടിച്ചു. ഞാൻ പറഞ്ഞു, പ്ലീസ് കഥ പ്ലീസ് നിങ്ങളെ പറഞ്ഞ് എനിക്ക് എനിക്കിപ്പോൾ പോകണം, എനിക്ക് ഇതുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ സ്ട്രഗിൾ ചെയ്തു പോകാനായിട്ട്. അപ്പോൾ പുള്ളിക്കാരെ ഇങ്ങനെ പിടിച്ചപ്പെട്ട് ഇങ്ങനെ ബെഡിലോട് ഇങ്ങനെ പതൊക്കെ കടത്തി തന്നെ. അപ്പോൾ ഞാൻ അപ്പുറത്തോട്ട് ഉരുണ്ട് മാറിയിട്ട് പെട്ടെന്ന് ഇറങ്ങി ഞാൻ ഓടി. ഇതായിരുന്നു ആ ടൈമിൽ ഈ ലേഡി മുകേഷിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ. മണിയമ്പിള്ള രാജുവിനെ കുറിച്ച് പറഞ്ഞത് വേറുണ്ട്, ഇളവേള ബാബുവിനെ കുറിച്ച് പറഞ്ഞത് വേറുണ്ട്. അങ്ങനെ ഒരുപാട് പേർക്കെതിരെ ഒരു കേസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എസ്പെഷ്യലി മുകേഷിനെതിരെ വെർബൽ ആൻഡ് ഫിസിക്കൽ അബ്യൂസ് ഡെഫിനറ്റ്ലി അവർ സിനിമയുടെ സെറ്റും ആ ലൊക്കേഷനും ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഇതിലൊരു സാക്ഷി എന്നാകെ പറയാനുള്ളത് ഗായത്രി വർഷ, അതാണ് അവരുടെ പേര്, ആ ആക്ട്രസിൻ്റെ. അത് മണിയമ്പിള്ള രാജുവിൻ്റെ കേസിൽ മാത്രമാണ് അവരൊരു സാക്ഷി എന്നുള്ള രീതിയിലേക്ക് അവർ വന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ലാത്തതിനൊന്നും ഒരു പ്രത്യേകിച്ച് തെളിവോ കാര്യങ്ങളോ ഒന്നും ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റോ സംഗതികളോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, ഇനി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഡിജിറ്റൽ എവിഡൻസ് വന്ന വഴി എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കാം. ഈ ലേഡി തന്നെ ഓൾറെഡി റിപ്പോർട്ടർ ചാനലിൽ കുറച്ച് മുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഇൻ്റർവ്യൂവിനകത്ത് ഇവർ തമ്മിലുള്ള ഇൻട്രാക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, മുകേഷും ഈ ലേഡിയും തമ്മിലുള്ള ഫോൺ ഇൻട്രാക്ഷനെ കുറിച്ചിട്ട്. മുകേഷ് കോടതിയിൽ ചില തെളിവുകളൊക്കെ കൊടുത്തിരുന്നു. നിങ്ങൾ തമ്മിൽ വാട്സപ്പ് ചാറ്റുകൾ ഉണ്ടായിരുന്നോ? വാട്സപ്പ് ചാറ്റുകൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ 2009 വാട്സപ്പ് ചാറ്റുകൾ ഉണ്ടായിട്ടില്ല. പിന്നെയെന്ന് വെച്ചാൽ 2012 ഞാൻ പുള്ളിക്കാരൻ, കാരണം എനിക്ക് പുള്ളിക്കാരനോട് ഒരു ഇടപാടുണ്ടല്ലോ, ഞങ്ങൾ തമ്മിലൊരു ഇടപാടുണ്ട്. അപ്പം ഞാൻ എന്നെ അങ്ങനെ എന്നെ പണ്ട് എന്നെ ഉപദ്രവിച്ചത് തന്നെ, എന്നെ പീഡിപ്പിച്ചത് തന്നെ ഓർമ്മയുണ്ടോ? അത് ഞാൻ അയച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനിപ്പോ 2009 ഈ ദുരനുഭവം ഉണ്ടാവുന്നത് അല്ലേ മിനു? 2009 നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലൊക്കെ മുകേഷ് സംസാരിക്കുന്നത് ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവുന്നത്. ആ 2009 ബുദ്ധിമുട്ടുണ്ടായി. ആ 2009 വാട്സപ്പ് ചാറ്റില്ല, കാര്യം വാട്സപ്പ് ഇല്ലല്ലോ. പിന്നീട് ഏതെങ്കിലും തരത്തിൽ ഈ മുകേഷിനെ ബന്ധപ്പെടാൻ നിങ്ങൾ ശ്രമിച്ചിരുന്നോ, ഫോണിലൂടെയോ അല്ലാതെയോ? ഓക്കെ, അപ്പോൾ ഈ ഇടപാടിനെ കുറിച്ച് പറഞ്ഞ് ഇവര് ഇടയ്ക്കിടയ്ക്ക് മുകേഷിനെ ഓർമ്മപ്പെടുത്താനാണ് എന്നാണ് ഇവർ പറയുന്നത്. അവർ തമ്മിലുള്ള ഇടപാട് എനിക്കറിയാൻ പാടില്ലടേ. ഒരു അബ്യൂസ് ഫേസ് ചെയ്ത ഒരു ലേഡി അല്ലെങ്കിൽ അബ്യൂസ് ചെയ്ത ഏതൊരു മനുഷ്യനാണെങ്കിലും അവർ ആ അബ്യൂസിന് ഒരു ഇടപാട് എന്ന് പറഞ്ഞ് അഡ്രസ്സ് ചെയ്യും എന്നുള്ളത് എൻ്റെ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു ആ ടൈമിൽ. അത് ഞാൻ അന്ന് വീഡിയോ ചെയ്തപ്പോൾ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഡെഫിനറ്റ്ലി ഒരു കാര്യം ഉറപ്പാണ്, ഇവരാദ്യം പറഞ്ഞത് വാട്സാപ്പിൽ ഇവർ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്, ഇടപാടിനെ കുറിച്ച് ഓർമ്മിപ്പിക്കാറുണ്ട് എന്നാണ്. പിന്നെ അവർ പറഞ്ഞത് കോണ്ടാക്റ്റേ ചെയ്തിട്ടില്ല, കോണ്ടാക്റ്റേ ഇല്ല എന്നാണ്. ബാക്കി കേൾക്കാം. പിന്നെ നമുക്ക് ഞാൻ അന്ന് അവിടുന്ന് പിന്നെ കേരളത്തിൽ നിന്ന് പോയില്ല, 2013 ആയപ്പോഴത്തേക്കും പോയി. പിന്നെ ഞാൻ അന്ന് ഒരു സിംഗിൾ പേരന്റ് ആയിരുന്നു. അന്ന് ഞാൻ സിംഗിൾ പേരന്റ് ആ സമയത്ത്. അപ്പം ഞാൻ ഈ കുഞ്ഞുങ്ങളെ അങ്ങോട്ട് പഠിപ്പിക്കുക. അപ്പം ഞാൻ കുഞ്ഞുങ്ങൾക്കാണ് പ്രയോറിറ്റൈസ് ചെയ്തത്. ഞാൻ കുഞ്ഞുങ്ങളുടെ പഠിത്തക്കാരെ എഡ്യൂക്കേഷൻ്റെ കാര്യം നോക്കണോ, അത് ഇവർക്കെതിരെ കേസുമായിട്ട് പോകണോ? അപ്പോൾ കേസുമായിട്ട് പോയി അന്നൊക്കെ ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ്, ഞാൻ അതിന് പോയില്ല. അപ്പോൾ പിള്ളേരുടെ കാര്യം ഒന്ന് സേഫ് ആക്കട്ടെ. പക്ഷേ ഇന്ന് ഞാൻ പിള്ളേരെ കൊണ്ട് ചെന്നൈ പോയി. ഇതിനിടയിൽ എനിക്കൊരു ബുദ്ധിമുട്ട് വന്നു. ഞാനൊരു സിംഗിൾ പേരന്റ് ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ബുദ്ധിമുട്ട് വരും, സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ ഞാൻ മോളുടെ ഒരു ഫീസിന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ പലരോടും ഞാൻ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട്. ആ ചോദിച്ച കൂട്ടർ ഇദ്ദേഹത്തിനോട് ചോദിച്ചത് തെറ്റാണോ? തനിക്കറിയാവുന്ന ഒരു സുഹൃത്ത് എന്ന നിലയിൽ തന്നെ തനിക്കൊരു ദുരനുഭവം ഉണ്ടായെങ്കിലും മുകേഷിനോട് പിന്നീട് ഒരു 3-4 വർഷത്തിന് ശേഷം മകളുടെ ഫീസിന് വേണ്ടിയിട്ട് താങ്കൾ പണം ചോദിച്ചു. അത് ഏകദേശം എത്ര രൂപയായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക, ഓർമ്മയുണ്ടോ? നമ്മളെ സത്യസന്ധമായി പറഞ്ഞാൽ, കാരണം മുകേഷ് പറഞ്ഞിരിക്കുന്നത് ആ തെളിവുകൾ എത്ര രൂപ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ 25,000 ഞാൻ ചോദിച്ചു മോളുടെ എങ്ങനെ ഫീസിന് വേണ്ടി. അതുകൊണ്ട് അപ്പം തന്നെ പുള്ളിക്കാരൻ ദേഷ്യപ്പെട്ടു, സോറി കേട്ടോ ഞാൻ ടൈറ്റാണ്, ഇത്ര പെട്ടെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു, അയ്യോ എന്നെ പീഡിപ്പിച്ച ആളും കൂടെയാണ്. എന്നിട്ടും ഒരു കൊച്ചിൻ്റെ അതുപോട്ടെ, എനിക്ക് മെമ്പർഷിപ്പ് തന്നില്ല, പോട്ടെ,
ഞാൻ അതൊക്കെ വിട്ട് ഞാനിപ്പോൾ ചെന്നൈയിലാണ്. ഞാൻ അവിടെ ചെന്നൈയിൽ പോകുമ്പോൾ എനിക്ക് പെട്ടെന്ന് അത്യാവശ്യം വന്നപ്പോൾ ഞാനിങ്ങനെ റോളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ പിള്ളേരുടെ ഫീസ് അടയ്ക്കണം, വാടക കൊടുക്കണം, ഇലക്ട്രിസിറ്റി അടയ്ക്കണം. അപ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ട് ഒരു സിംഗിൾ പേരൻ ഓർക്കണം. അപ്പോൾ ഞാനത് അദ്ദേഹത്തോട് ചോദിച്ചു. എനിക്കിന്ന് അതിൽ ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ 25,000 മാത്രമേ ചോദിച്ചിട്ടുള്ളൂ മുകേഷിനോട് അന്ന്. 25 അന്ന് പുള്ളിക്കാരോട് ചോദിച്ചു. പുള്ളി അപ്പം തന്നെ എടുത്ത് എന്നെ ആക്ഷേപിക്കുന്ന പോലെ അന്ന് ഭയങ്കര അതിനും വലിയ വേദനയായിപ്പോയി. ഓൾറെഡി ഒരു വലിയ ട്രോമ അവരുടെ മനസ്സിൽ കാണണം. ഓക്കെ, ഒരു ഫിസിക്കൽ അബ്യൂസ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്ക് എന്നെ അബ്യൂസ് ചെയ്ത ഒരാളാണ്, അയാൾ എനിക്ക് പൈസ തന്നേ പറ്റൂ, അല്ലെങ്കിൽ അയാൾ ഇനി വേണം എനിക്ക് പൈസ തരാനുള്ള മൂഡിൽ ചിന്തിക്കുമോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് അതിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ SIT കൊടുത്ത അതിൽ എന്താണെങ്കിലും ഡിജിറ്റൽ എവിഡൻസ് ഉണ്ടെന്ന് പറയുന്നത്. ഈ ഡിജിറ്റൽ എവിഡൻസുകൾ വരാനുള്ള ഒരു വഴിയാണ് ഞാൻ പറയുന്നത്. അതായത് ഈ ഒരു പ്രശ്നത്തിന് ശേഷവും എന്ത് റീസൺ വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു ലേഡിക്ക് പറയാം. ഓക്കെ, വാട്ട് എവർ റീസൺ, ഇവർ കൃത്യമായ ഇൻ്റർവെല്ലുകളിൽ ഈ പറഞ്ഞ മുകേഷുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഈ കീപ്പ് ചെയ്ത ഇൻട്രാക്ഷൻസിൽ എവിടെയെങ്കിലും മുകേഷിനോടൊരു ചോദ്യം, നമ്മൾ അന്നുണ്ടായ സംഭവം, അന്ന് അവിടെ നടന്ന സംഭവം എന്നുള്ളതിൽ മുകേഷ് തിരിച്ച് റിപ്ലൈ കൊടുക്കുകയാണ്. അന്നുണ്ടായ സംഭവത്തിൽ അത് പോട്ടെ, അത് വിട്, അങ്ങനെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് മുകേഷ് അടക്കം സെൽഫായിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സംഗതികളാവില്ല. മേ ബി അതായിരിക്കാം ഈ ചാറ്റ് റിക്കവർ ചെയ്ത സമയത്ത് കിട്ടിയ സാധനങ്ങൾ. ബട്ട് ഇവർ ഈ പൈസ ചോദിച്ച സമയത്തോ അല്ലാന്നുണ്ടെങ്കിൽ അവർ പൈസ ഇല്ല എന്ന് പറഞ്ഞ സമയത്ത് ഒരു ഓൺ എ കോളിലാണ് ഇത് നടന്നതെന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഓക്കെ, ഇനി ചാറ്റും വാട്സാപ്പും അതിൻ്റെ കാര്യങ്ങൾ എവിടെയാണ് വരണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത ഫേസിൽ ഇവർ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി പറയുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ എൻ്റെ മോള് അടുത്ത് ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്, എൻ്റെ ഡ്രൈവറും ഇരിപ്പുണ്ട്. അവരുടെ മുമ്പ് വെച്ചാൽ ഹലോ മുകേഷ് ചേട്ടാ, എനിക്ക് ഒരു അർജൻറ്റ് കാര്യമുണ്ട്, മോളുടെ ഒരു അഡ്മിഷൻ്റെ കാര്യത്തിന് വേണ്ടിയാണ്. ഞാനിപ്പം അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് 25,000 കുറവുണ്ട്. അവരെന്തോ ഊട്ടിയിലായിരുന്നു. അപ്പം എന്തോ 65,000 പെട്ടെന്ന് ഞാൻ കെട്ടണമായിരുന്നു. അപ്പോൾ എനിക്കൊരു 25,000 കുറവുണ്ട്, എന്നെ ഒന്ന് സഹായിക്കുമോ? ഞാൻ വളരെ പ്ലീഡിങ് ആണ് ചെയ്തത്, റിക്വസ്റ്റ്. ഒരു സിംഗിൾ പേരൻ്റെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. അത്രയും ബുദ്ധിമുട്ട് ഞാൻ ചോദിച്ചപ്പോൾ ഉടനെ എന്നെ കൂടെ പറഞ്ഞു, സോറി കേട്ടോ, ഞാൻ ഇച്ചിരി ടൈറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അത് മനഃപൂർവ്വം. അപ്പോൾ എനിക്കൊന്നും പെട്ടെന്ന് ഐ ഫെൽറ്റ് വെരി ബാഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ സോറി കേട്ടോ, ചോദിച്ചിട്ട് സോറി കേട്ടോ എന്നാണ് പെട്ടെന്ന് വെച്ചു. അപ്പോഴും മനസ്സ് നീറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതൊരു ഘട്ടം. പിന്നീട് മുകേഷിനോട് പണം എപ്പോഴെങ്കിലും സഹായം ചോദിച്ചിരുന്നോ? അത് കൂടാതെ അതിപ്പോൾ ഞാനിവിടെ എന്തൊക്കെയാലും ഞാൻ തുറന്നു പറയാം. 2022 എൻ്റെ ഒരു കസിൻ ഇവിടെ വന്നിട്ട് ഇവിടെ TV കണ്ടുകൊണ്ടിരുന്ന കണ്ടപ്പോൾ മുകേഷ് ഏടൻ പറഞ്ഞ് ചിരിച്ചപ്പോൾ എനിക്ക് ദേഷ്യം പറഞ്ഞു. കുകേഷ് അവൻ്റെ ആ റിമോട്ട് വാങ്ങിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഓഫ് ചെയ്തു. അപ്പോൾ അവൻ എന്താ ചേച്ചി? ഞാൻ പറഞ്ഞു അവനാ, നീ അവൻ്റെ സിനിമ കണ്ടുപോയേക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞാടാ അവൻ വൃത്തികെട്ടവനാ എന്ന് പറഞ്ഞു. വൃത്തികെട്ടവനാ? ഞാൻ പറഞ്ഞു എനിക്ക് അവനിൽ നിന്നും കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ കസിൻ ബ്രദറാണ്, അമ്മയുടെ ആങ്ങളുടെ മോൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. എടാ എന്നിട്ട് ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്തു, എന്നിട്ട് എനിക്ക് മെമ്പർഷിപ്പ് തരാമെന്ന് പറഞ്ഞ് എനിക്ക് ഇത് എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ശരി, നമുക്ക് നമ്മളെ പീഡിപ്പിച്ച ഒരു വിഷമം നമുക്ക് ഉള്ളിൽ കിടക്കുവാണ്. ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞു, ഇവൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവനിങ്ങനെ അതെയോ, അയ്യോ അവൻ അത്രയ്ക്കും വൃത്തികെട്ടനാണോ? വൃത്തികെട്ടവൻ വെറുതെ അല്ല, സരിത അതൊക്കെ അങ്ങനെയൊക്കെ പുള്ളിക്കാൻ സംസാരിച്ചു. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സെർവൻറ്റ് വന്നപ്പോൾ ഞാൻ സെർവൻറ്റിനോട് കിച്ചണിലോട്ട് പോയി. ഇവൻ ഈ സമയം എൻ്റെ ഫോൺ എടുത്ത്, ഇപ്പം ഞാൻ തുറന്നു പറയുക, ഇപ്പം നാളെ ഞാൻ തന്നെ അയച്ചെന്ന് വേണമെങ്കിൽ പറയാം, എനിക്കതിന് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ പൊതുജനം എന്താണോ സത്യം നിങ്ങൾ അറിയണം. ഇവൻ എൻ്റെ ഫോൺ എടുത്തിട്ട് മുകേഷിൻ്റെ നമ്പർ എടുത്തിട്ട് മുകേഷിനെ ഫോൺ വിളിച്ചത് എൻ്റെ നമ്പരിൽ നിന്നാണോ ഇവൻ്റെ നമ്പരിൽ നിന്നാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇവൻ വിളിച്ച് നല്ല ചീത്ത പറഞ്ഞു. ആദ്യം ഇവൻ എൻ്റെ ഫോണിൽ നിന്ന് എടുത്തിട്ട് മെസ്സേജ് അയച്ചു. എന്നിട്ട് പറഞ്ഞു ഞാൻ മുകേഷ് ചേട്ടാ, അതായത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെ മെമ്പർഷിപ്പ് തരാമെന്ന് പറഞ്ഞ് എന്നെ പീഡിപ്പിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? എന്നെ നിങ്ങളുടെ ഫ്ലാറ്റിൽ കൊണ്ടുപോയത് ഓർമ്മയുണ്ടോ? അങ്ങനെ ഒരു മെസ്സേജ് ഇവൻ എൻ്റെ ഫോണിൽ നിന്ന് അയച്ചു. അയച്ചിട്ട് പിന്നെ ഞാനിങ്ങ് വന്നപ്പോഴത്തേക്ക് ഇവൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ എന്റെ കസിന് ഞാനെന്നുള്ള രീതിയിൽ എന്റെ ഫോണിൽ നിന്ന് ഇവൻ അയച്ചു. എന്റെ കസിൻ അയച്ചു, ബിബിനാണ് അവൻ അയച്ചു. അപ്പൊ ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ ഓരോ ഒച്ചയൊക്കെ കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ഓടി വന്നപ്പോഴത്തേക്ക് ഇവരെ കണ്ണൊക്കെ ചുമന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞു എന്താ എന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ പറയാം ഞാൻ കൊടുത്തിട്ടുണ്ട് അവനിട്ട്. ഞാൻ പറഞ്ഞു എന്ത്? മുകേഷിനെ ഞാൻ വിളിച്ചു. എന്നിട്ട്
അപ്പോൾ അവൻ പറയാം, ഞാൻ പറഞ്ഞു എടാ ഡാഷ് മോനെ ഇത് വന്ന് നിന്റെ കാല് ഞാൻ ഓടിക്കണം, നീ എന്താണ് എൻ്റെ പെങ്ങളെ നീ ചെയ്ത്. അതായത് കസിൻ എന്ന് പറഞ്ഞ വ്യക്തി പെങ്ങളെ ഉപദ്രവിച്ചവനെ മാസമായിട്ട് പോയിട്ട് മെസ്സേജ് അയച്ച കഥയാണ് ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റില്ല. ഇതിൽ ഡിജിറ്റൽ എവിഡൻസിന് വഴിയുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് മുകേഷിൻ്റെ ഭാഗത്തു നിന്ന് അന്ന് അങ്ങനെ സംഭവിച്ചു, അത് പോട്ടെ, അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചത് നീ ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം. ഇപ്പം ഇതിൽ ഇവർ ഈ കസിൻ മെസ്സേജ് അയച്ചു, റൂമിലേക്ക് നീ വിളിച്ചില്ലേ കൊണ്ടുപോയില്ലേ എന്നുള്ള സംഗതി, അത് വരുന്നത് ഈ പറഞ്ഞ ലേഡിയുടെ ഫോണെന്നാവുമ്പോൾ മുകേഷ് ഓബിയസ്ലി വിചാരിക്കുക ലേഡിയാണല്ലേ. അപ്പോൾ മുകേഷ് തിരിച്ചു കൊടുത്ത റിപ്ലൈയിൽ എവിടെയെങ്കിലും ഈ സംഗതി ഓക്കെ കൺഫ്രണ്ട് ചെയ്യുന്ന രീതിയിൽ ഉണ്ടെങ്കിൽ അന്നങ്ങനെ സംഭവിച്ചില്ലേ പോട്ടെ, ഈ സംഗതി ഉണ്ടെങ്കിൽ തന്നെ മുകേഷ് പെടുന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ലേഡി പറഞ്ഞത് ശരി വെക്കുന്ന രീതിയിലാണ് മുകേഷിൻ്റെ റിപ്ലൈകൾ എന്നുണ്ടെങ്കിൽ അത് രസം സീനാണ്. പക്ഷേ ഈ ലേഡി പറയുന്നത് വിശ്വസിക്കാൻ പറ്റണം. ഇവരുടെ വീട്ടിൽ ഫ്രം നോവേർ ഒരു കസിൻ വരുന്നു, ഇവരെ ഫോൺ എടുക്കുന്നു, ഇവർ ഈ മുകേഷിനെ കാണുമ്പോഴത്തേക്ക് അവരെ ഉപദ്രവിച്ച കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. പെട്ടെന്ന് ഇവൻ ചാടി കയറിയിട്ട് ആ മുകേഷിനെ വിളിക്കുന്നു, മെസ്സേജ് അയക്കുന്നു. ഒരുപാട് ഇത് വിളിച്ചോടത്തൊന്നുമില്ല. ഇവരുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് മൊത്തം 1 ലക്ഷം രൂപയും ചോദിച്ചിട്ട് ഈ കസിൻ മുകേഷിന് അയച്ചു എന്നുള്ളൊരു വേർഷനും കൂടി ഉണ്ട്. അപ്പോൾ അവന് ഞാൻ എന്തോ അത്യാവശ്യം വേണ്ടി ഞാൻ എൻ്റെ നമ്പർ അവന് പൈസ ഒക്കെ അയച്ചിട്ടുണ്ട്, അവൻ എനിക്കും അയച്ചിട്ടുണ്ട്. അതിനുവേണ്ടി അവൻ്റെ അതുണ്ട്. പക്ഷേ ആ സമയത്ത് അദ്ദേഹം ആ അക്കൗണ്ട് നമ്പർ എടുക്കണം, ആ അക്കൗണ്ട് നമ്പർ നമ്മുടെ മുകേഷിന് വേണ്ടിയിട്ട് അയച്ചു കൊടുക്കണം. അതങ്ങനെ കസിൻ ചെയ്തൊരു ചെയ്ത്താണ്. അതാണ് ശരിക്കും ഇപ്പൊ പാരയായതല്ലേ മിനു? പാരയല്ല, അത് അനുഗ്രഹമായി. ഞാനത് കാണാതിരുന്ന നന്നായി. ഞാൻ കണ്ടിരുന്നെങ്കിൽ ഞാൻ ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുക്കത്തില്ലേ? അത് ഇത് ഭയങ്കര ഒരു പ്രൂഫ് അല്ല. ഞാൻ അങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ടോ? ഞാൻ അപ്പോൾ ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുത്തായിരുന്നേ. പക്ഷേ അന്ന് ഇത് കാണാതിരുന്നത് എനിക്കത് അനുഗ്രഹമായി മാറിയോ ചെയ്തേ. പ്രൂഫാണ്. ഞാൻ ഈ മെസ്സേജ് അയച്ചിട്ട് വാട്സപ്പിലാണല്ലോ ഇത് ചാറ്റ് ചെയ്തിട്ടുണ്ടാവുക അല്ലേ? SMS അല്ല, വാട്സപ്പ് ആയിരിക്കും അല്ലേ 2022? വാട്സപ്പ് ചെയ്തേക്കുന്നത്. അപ്പൊ ആ വാട്സപ്പിൽ പിന്നീട് ഈ മുകേഷിനെ എങ്ങനെയാ പേര് സേവ് ചെയ്തേക്കുന്നത്? മുകേഷ് തന്നെയാണോ? മുകേഷ് ആക്ടർന്ന്. ഓക്കെ. അപ്പൊ അതിനുശേഷം പിന്നീട് എപ്പോഴെങ്കിലും ചാറ്റിംഗ് ഉണ്ടോ? ആ ചാറ്റിന്റെ ലിസ്റ്റിൽ വേറെ എന്തെങ്കിലും ചാറ്റ് ഇത് കഴിഞ്ഞാൽ പിന്നെ ചാറ്റ് ഉണ്ടായിട്ടില്ല? ഇല്ല. അതെങ്ങനെ ഞാനൊരു കാര്യം പറയാം. ബ്ലാക്ക് മെയിൽ ആണെങ്കിൽ ഞാൻ എന്ന് പീഡിപ്പിക്കപ്പെട്ടോ അതിന്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് കസിൻസ് ഉണ്ട്. ഞാൻ വിചാരിച്ചാലൊക്കെ ആൾക്കാർക്ക് വരും, അവരെ കൊണ്ട് എനിക്ക് എന്താ പുള്ളിക്കാരനെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൂടെ? അത് ചെയ്തിട്ടില്ല. എനിക്ക് എപ്പോഴും മെമ്പർഷിപ്പ് വേണമെന്ന് എനിക്ക് പുള്ളിക്കാരൻ പറഞ്ഞ് എന്തെങ്കിലും എനിക്ക് തരുമായിരിക്കാം എന്നെനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഏതോ ഒരു ന്യൂ ഇയറിന് ഞാൻ അയച്ചു എന്ന് പറഞ്ഞില്ലേ, ഒരു ദിവസം ഞാൻ സെൻഡ് ചെയ്തിരിക്കാം. കാരണം എനിക്ക് ഇയാളെ ഐ വാണ്ട് ടു റിമൈൻഡ് ഹിം. മറക്കരുത്. മിനു വാട്സപ്പ് ചാറ്റിനകത്ത് വളരെ സൗഹൃദത്തോടു കൂടി മിനു സംസാരിച്ച 1-2 വാട്സപ്പ് ചാറ്റുകൾ ഉണ്ടല്ലോ മുകേഷുമായിട്ട്. ഞാൻ പറയട്ടെ, നിങ്ങൾ ഒന്ന് മനസ്സിലാക്ക്. നമ്മള് എന്തൊക്കെയാണ് നമ്മൾ പീഡിപ്പിക്കപ്പെട്ടു. ഇനി നമ്മൾ അവരുടെ അടുത്തൊക്കെ നമ്മൾ ഈ ഒരു നയപരമായിട്ട് നിന്നാലോ നാളെ ഇദ്ദേഹം വിചാരിച്ച നമുക്ക് ഫിലിം വരെ കിട്ടും വേണമെങ്കിൽ. ഇപ്പോൾ ഒരു MLA സ്ഥാനത്തിരിക്കുകയല്ലേ, അപ്പോൾ എൻ്റെ എന്തെങ്കിലും ഒരു ജോലിക്കാരത്ത് എന്തെങ്കിലും പുള്ളിക്കാരൻ ഇങ്ങനെ ഞാൻ ആ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു. ചുംബനത്തിന്റെ ഒരു സ്മൈലി അയച്ചിട്ടില്ല, ഹാർട്ടൊക്കെ അയച്ചിട്ടുണ്ട്, സ്മൈലി ഒക്കെ അയച്ചിട്ടുണ്ടായിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഓൾറെഡി ഇതായിട്ടുണ്ട്. എനിക്ക് ഇനി ഫിലിമിലോട്ട് എനിക്ക് ഇനി വരേണ്ടതാണ്. എനിക്ക് മെമ്പർഷിപ്പ് വേണം. എന്നെ പണ്ട് നിങ്ങൾ പ്രോമിസ് ചെയ്ത് പീഡിപ്പിച്ച ഒരാളാണ്, എന്നെ പ്രലോഭിച്ച് വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോയതാണ്. ഇതൊന്നും മറക്കരുത്. എന്നെ ഇങ്ങനെ അതെന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ഇടയ്ക്ക് സ്മൈലി അയച്ചെങ്കിൽ അത് ജസ്റ്റ് റിമൈൻഡ് ഹിം. അതാണ് മറക്കരുത്. മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നീ അവിടെ തന്നെ നിക്കടാന്ന് പറഞ്ഞിട്ടാവും ചുംബനത്തിന്റെ സ്മൈലും ബാക്കി സ്മൈലൊക്കെ വെച്ച്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരല്ല എന്ന് പറയുന്നു, അവരുടെ കസിനാണ് മെസ്സേജ് അയച്ചതെന്ന് പറയുന്നു. അപ്പോൾ ഈസിയാണ് മുകേഷിൻ്റെ ടീമിന് ഈ സംഗതി ഈസി ആയിട്ട്. ഇപ്പോൾ SIT കൊടുത്ത കുറ്റപത്രവും കാര്യങ്ങളൊന്നും അല്ല, കോടതിയിൽ ഈ സാധനം കുറ്റപത്രം കൊടുത്തൊന്നും വലിയ കാര്യമൊന്നും ആവില്ല. പക്ഷെ കോടതിയിൽ ഈ സാധനം പ്രൂവ് ചെയ്യുന്ന രീതിയിൽ മുകേഷ് അന്നേ ദിവസം ഇങ്ങനത്തെ കാര്യം ചെയ്ത് വെർബൽ അബ്യൂസ് നടത്തി, വേറൊരു ദിവസം ഫിസിക്കൽ അബ്യൂസ് നടത്തി എന്നുള്ളത് തെളിയിക്കാൻ മാത്രം സോളിഡ് ആയിട്ടുള്ള ഡിജിറ്റൽ ഓർ
വേറെ എന്തെങ്കിലും ഒരു സാക്ഷിമൊഴി അടക്കമുള്ള കാര്യങ്ങൾ വേണ്ടി വരും. എന്താണെങ്കിൽ SITക്ക് ഒരു ഭയങ്കര കയ്യടി. കാരണം അവരെ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ അവർക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം ഞാൻ SITയുടെ മുന്നിൽ പോയിട്ട് ഇതേപോലെ ഒരു കേസിൽ ഹേമ കമ്മിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കേസിൽ തന്നെ മൊഴി കൊടുത്തൊരു വ്യക്തിയാണ്. എന്താണെങ്കിൽ അവർ വിടുന്നില്ല. അവർക്ക് കൊടുത്ത പണി അവർ കൃത്യമായി നോക്കുന്നുണ്ട്. അതവർ ആരാ എന്താണെന്നൊന്നും മുഖവിലയ്ക്ക് എടുക്കാതെ അവർക്ക് കൃത്യമായ എവിഡൻസുകളും കാര്യങ്ങളും ലീഡുകളും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരെന്ത് ചെയ്യും, റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ സമർപ്പിച്ചിട്ട് തന്നെ അവർ മുന്നോട്ട് കൊണ്ടുപോകും. അതവർ കൃത്യമായി ചെയ്യുന്നുണ്ട്. അതിനെന്താണെങ്കിലും അടിപൊളി SITക്ക് ഒന്നും പറയാനില്ല. പക്ഷേ ഈ ലേഡിയുടെ ക്രെഡിബിലിറ്റി, വീണ്ടും ഈ ലേഡിയുടെ ക്രെഡിബിലിറ്റി ഓൺ ക്വസ്റ്റ്യൻ മാർക്കാണ്. അവർ ഇന്നും ഇപ്പോൾ SITയുടെ ഈ കുറ്റപത്രം സമർപ്പിച്ചത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും മീഡിയയുടെ മുന്നിൽ വന്നിട്ട് ഓൾ കൈൻഡ് ഓഫ് ഗിമിക്സ് ആണ് കാണിച്ചു കൂട്ടിയത്. സോ ഇത്രത്തോളം ക്രെഡിബിലിറ്റി ഇല്ല എന്നുള്ള രീതിയിൽ ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഈ ലേഡി വന്ന് നിൽക്കുമ്പോൾ എനിക്കറിയില്ല കോടതിയിൽ ഈ കേസും കാര്യങ്ങളും എത്രത്തോളം സ്റ്റാൻഡ് ചെയ്യുന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവർ തന്നെ പല വെളിപ്പെടുത്തലുകളും പല കാര്യങ്ങളും പലതും വിളിച്ച് പറയുന്നുണ്ട്. ഒരു ചാനലിലല്ല, ഒരുപാട് ചാനലിൽ. ഇതൊക്കെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ടീംസിന് എന്താണെങ്കിലും എടുത്ത് വെച്ച് തെളിവുകളാക്കിയിട്ടും അല്ലെങ്കിൽ ഇവർ മലപ്പുറം ഒരു ഫെയിമിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാക്കിയിട്ടൊക്കെ കോടതിയിൽ പോർട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സോ ബെറ്റർ ഇവരുടെ പ്രോപ്പറായിട്ട് സോളിഡായിട്ട് പോലീസുകാർക്ക് CDR അടക്കമുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ചാറ്റിൻ്റെ കംപ്ലീറ്റ് വേർഷൻ കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ മേ ബി ഏതെങ്കിലും ഒരു പോർഷനകത്ത് മുകേഷ് അന്ന് റൂമിലേക്ക് വിളിച്ച ലേഡി എനിക്ക് ഓർമ്മയുണ്ട്, നീ അന്ന് റൂമിൽ വന്നിരുന്നില്ലേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലാണ് ശരിക്കും പെടാൻ പോണത്. എന്താണെങ്കിലും SIT വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണല്ലോ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാൻ വരും ദിവസങ്ങൾ എന്താണ് MLA സ്ഥാനം രാജ്യം വെക്കുന്ന തോന്നുന്നില്ല, കടിച്ചു പിടിച്ചിരിക്കുന്നുള്ളതാണ്. ഇതൊക്കെ എന്ത് നടന്നിട്ടൊരു കാര്യമില്ല. അങ്ങനെ ഞാൻ തന്നെ നടന്നിട്ടിരിക്കും. ഞാനീ പോയില്ല എന്നുള്ള രീതിയിലാണ് മുപ്പരിയിരിക്കുന്നത്. Let's see what happens.